PSC വോയിസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ്. സെപ്റ്റംബർ മാസം പ്രസിദ്ധീകരിച്ച PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ 49ാം ചീഫ് സെക്രട്ടറി ആര്? സംസ്ഥാനത്തെ 49ാം ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ. ശാരദാ മുരളീധരൻ സംസ്ഥാനത്തെ 49ാം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ച പുനരുപയോഗിക്കാൻ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റാണ് മിഷൻ റൂമി 2024. ചെന്നൈയിൽ വെച്ച് വിജയകരമായി വിക്ഷേപിച്ച പുനരുപയോഗ സാധ്യമായ റിയൂസബിൾ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് റോക്കറ്റാണ് മിഷൻ റൂമി 2024. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. മറക്കരുത്, യുവേഫ സൂപ്പർ കപ്പ് റയൽ മാഡ്രിഡ്. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത് യാനിക് സിന്നർ ആണ്. സിൻസിനാറ്റി സിന്നർ, അതുപോലെ ഒരു നായുടെ ഒരു ഇതുണ്ടല്ലേ, സിൻസിനാറ്റി യാനിക് ന. പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത് യാനിക് സിന്നർ ആണ്. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം കിരീടം യാനിക് സിന്നർ. വനിതാ വിഭാഗമാണെങ്കിലും ആര്യാന, അവിടെ ഒരു നായ ഉണ്ടല്ലേ, ആര്യാന സബലേങ്ക. അപ്പൊ സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് എന്ന് പറയുമ്പോൾ ആരെയൊക്കെ ഓർക്കണം? യാനിക് സിന്നറിനെയും ആര്യാന സബലാങ്കയെയും ഓർക്കണം കേട്ടോ. പുരുഷ വിഭാഗത്തിൽ യാനിക് സിന്നർ, വനിതാ വിഭാഗത്തിൽ ആര്യാന സബലേങ്കയുമാണ് കിരീടം നേടിയത്. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ ലാൻഡോ നോറിസിന് കിരീടം. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ കാറോട്ട മത്സരം, അതിൽ കിരീടം നേടിയത് ലാൻഡോ നോറിസ് ആണ്. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് ലാൻഡോ നോറിസ്. അപ്പൊ പഠിച്ച പോയിന്റുകൾ വേഗം ഒന്ന് റിവൈസ് ചെയ്യാം. സംസ്ഥാനത്തെ 49ാം ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ. ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ച പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് മിഷൻ റൂമി 2024. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ്. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് യാനിക് സിന്നറിനും ആര്യാന സബലേങ്കയ്ക്കുമാണ്. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് ലാൻഡോ നോറിസ്. പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത അർമാൻ ഡുപ്ലാന്റിസ്. പോൾ വോൾട്ട് ആണ്. അർമാൻ ഡുപ്ലാന്റിസിന്റെ കായിക ഏതാണ്? പോൾ വോൾട്ട് ആണ് കേട്ടോ. ആ പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത അർമാൻ ഡുപ്ലാന്റിസ്. ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ആണ് പോൾ വോൾട്ടിൽ ചാടിയത്. അപ്പൊ 6.26 ആണ് ഇപ്പോഴത്തെ റെക്കോർഡ് കേട്ടോ. പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത അർമാൻ ഡുപ്ലാന്റിസ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ജയ്ഷായാണ്. ICC അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ജയ്ഷാ. UAEയിൽ നടന്ന 2024 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ ആരെല്ലാം? 2024 ICC വുമൺസ് T20 വേൾഡ് കപ്പ്, അതിൽ 2 മലയാളികൾ ഇടം നേടിയിട്ടുണ്ട്. ആ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളികളാണ് സജന സജീവൻ, ആശ ശോഭന. ഇമ്പോർട്ടൻ്റ് ആണ്. സജന സജീവൻ, ആശ ശോഭന എന്നിവർ ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളികളാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ജയ്ഷാ. പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്തത് അർമാൻ ഡുപ്ലാന്റിസ്. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ ലാൻഡോ നോറിസിന് കിരീടം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19ാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ, ഇതിന്റെ മറ്റൊരു പേരാണ് സ്റ്റർജിയോൺ മൂൺ. ഇതെന്നാണ് ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായത്? ഓഗസ്റ്റ് 19ാം തീയതിയാണ്. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19ാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. സ്റ്റർജിയോൺ മൂൺ എന്ന പേരും കൂടെ ഓർത്തു വെച്ചോണം കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. MSC എന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പാണ് ഡെയ്ല. ആ ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡക്ക് നിലവിൽ വന്നത് ബാംഗ്ലൂർ ആണ് കേട്ടോ. ബാംഗ്ലൂർ 250 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. 250 മീറ്റർ ഉയരത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡക്ക് നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. മികച്ച കർഷകന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം. കർഷകോത്തമ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്
CD രവീന്ദ്രൻ നായർക്കാണ് കർഷകോത്തമ പുരസ്കാരം CD രവീന്ദ്രൻ നായർ. കേരകേസരി പുരസ്കാരം PT സുഷമ. കേരകേസരി അവ തെങ്ങൊക്കെ കയറണമെങ്കിൽ ഒരു ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ കിട്ടണം അല്ലെ, PT. അപ്പൊ കേരകേസരി പുരസ്കാരം PT സുഷമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം TV രാധാകൃഷ്ണൻ. അപ്പൊ മാധ്യമം ഭാരതി, അപ്പൊ എന്താ TV ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുക അല്ലെ, മാധ്യമം TV. മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം കിട്ടിയിരിക്കുന്നത് TV രാധാകൃഷ്ണനാണ്. അപ്പൊ ഒന്നും കൂടെ പറയാം. മികച്ച കർഷകന് കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം കിട്ടിയത് CD രവീന്ദ്രൻ നായർ. കേരകേസരി പുരസ്കാരം കിട്ടിയത് PT സുഷമയ്ക്കാണ്. മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരമാണെങ്കിൽ TV രാധാകൃഷ്ണൻ. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാര ജേതാവ് ഹരിത സാവിത്രിയാണ് കേട്ടോ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ഹരിത സാവിത്രിക്കാണ് കിട്ടിയത്. ഹരിത സാവിത്രിയുടെ നോവലിന്റെ പേരാണ് സിൻ. സിൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാര ജേതാവ് ഹരിത സാവിത്രിയാണ്. യുവേഫ സൂപ്പർ കപ്പ് ആർക്കായിരുന്നു? റയൽ മാഡ്രിഡിനാണ്. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് ആർക്കൊക്കെയായിരുന്നു? യാനിക് സിന്നറും ആര്യാന സബലെങ്കിയുമാണ്. സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നാണ് പ്രത്യക്ഷപ്പെട്ടത്? ഓഗസ്റ്റ് 19 അല്ലേ. പിന്നെ ഏറ്റവും ഉയരം കൂടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡെക്ക് നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ഹരിത സാവിത്രി. ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോ ക്രാസ്നർ ഫൗണ്ടേഷൻ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് $20,000 നേടിയ മലയാളി ചിത്രകാരനാണ് പ്രദീപ് പുത്തൂർ. ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള പൊള്ളോ ക്രാസ്നർ ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് $20,000 നേടിയ മലയാളി ചിത്രകാരനാണ് പ്രദീപ് പുത്തൂർ. NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് MT വാസുദേവൻ നായരാണ്. NE ബാലകൃഷ്ണൻ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ആർക്കായിരുന്നു? ഹരിത സാവിത്രിയാണ്. സിൻ എന്ന നോവലാണ്. NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. തായ്ലാന്റ് പ്രധാനമന്ത്രി ശ്രീത തവീസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി. തായ്ലാന്റ് പ്രധാനമന്ത്രി ശ്രീത തവീസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി. പുതിയ തായ്ലാന്റ് പ്രധാനമന്ത്രിയുടെ പേരാണ് പെയ്തോങ് താൻ ഷിനാവത്ര. ഷിനാവത്ര നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. പുതിയ തായ്ലാന്റ് പ്രധാനമന്ത്രി പെയ്തോങ് താൻ ഷിനാവത്ര. ഷിനാവത്ര ഷിനാവത്ര. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3ാം വിക്ഷേപണം വിജയം. SSLV അല്ലെ, ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കാൻ വേണ്ടി ISRO രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ലോഞ്ചിങ് വെഹിക്കിൾ ആണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതിന്റെ 3ാം വിക്ഷേപണം വിജയമായിട്ടുണ്ട്. ലതാ മങ്കേഷ്കർ പുരസ്കാരം KS ചിത്രയ്ക്കും ഉത്തം സിംഗിനും. മധ്യപ്രദേശ് സംസ്ഥാന സർക്കാർ നൽകുന്ന ലതാ മങ്കേഷ്കർ അവാർഡ് അത് 2022 ലഭിച്ചത് ഉത്തം സിംഗിനാണ്. മ്യൂസിക് ഡയറക്ടറായ ഉത്തം സിംഗിനാണ് 2022 ലതാ മങ്കേഷ്കർ അവാർഡ്. 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായികയായിട്ടുള്ള KS ചിത്രയ്ക്കാണ് ലഭിച്ചത്. അപ്പൊ മധ്യപ്രദേശ് സംസ്ഥാന സർക്കാർ നൽകുന്ന ലതാ മങ്കേഷ്കർ അവാർഡ് 2022 നേടിയത് ഉത്തം സിംഗും 2023 നേടിയത് KS ചിത്രയുമാണ്. അതുപോലെ തന്നെ ഇത് മധ്യപ്രദേശ് സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ മഹാരാഷ്ട്ര ഗവൺമെന്റ് ലതാ മങ്കേഷ്കർ അവാർഡ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് 2024 ലഭിച്ചത് അനുരാധ പൗദ്വാളിനാണ് കേട്ടോ. ഗായിക അനുരാധ പൗദ്വാളിനാണ് 2024 ലതാ മങ്കേഷ്കർ അവാർഡ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കിട്ടിയത്. ഒന്നും കൂടെ പറയാം. മധ്യപ്രദേശ് സംസ്ഥാന സർക്കാർ നൽകുന്ന ലതാ മങ്കേഷ്കർ അവാർഡ് മധ്യപ്രദേശ് സർക്കാർ നൽകുന്നത്. ഇത് 2022 ലഭിച്ചത് ഉത്തം സിംഗിനും 2023 ലഭിച്ചത് KS ചിത്രയ്ക്കുമാണ്. മഹാരാഷ്ട്ര ഗവൺമെന്റ് ലതാ മങ്കേഷ്കർ അവാർഡ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് നൽകുന്നുണ്ട്. അത് 2024 ലഭിച്ചത് അനുരാധ പൗദ്വാളിനാണ്. ED ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരാണ്? രാഹുൽ നവീനാണ് കേട്ടോ. 2 വർഷത്തേക്ക്
രാഹുൽ നവീനെ 2024 ഓഗസ്റ്റ് 14 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടറായിട്ട് നിയമിച്ചു. ED ഡയറക്ടർ രാഹുൽ നവീൻ. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. വിജിലൻസ് മേധാവി, ഇത് ഏത് വിജിലൻസ് ആണ്? ഡയറക്ടർ ഓഫ് ദി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ് കേട്ടോ. സംസ്ഥാനത്തിൻ്റെതാണ്. യോഗേഷ് ഗുപ്തയാണ് കേട്ടോ. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? ഇപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ CVC, അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് കേട്ടോ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ഇത് ഡയറക്ടർ ഓഫ് ദി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ് യോഗേഷ് ഗുപ്ത. SBIയുടെ ചെയർമാൻ CS സെട്ടി. SBIയുടെ ചെയർമാൻ ചല്ല ശ്രീനിവാസലു സെട്ടിയാണ്. CS സെട്ടി എന്ന് ഓർത്തു വെക്കുക. SBIയുടെ ചെയർമാൻ CS സെട്ടി. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഏഷ്യയിലെ തന്നെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കിയ ഗുജറാത്ത് കച്ച് ജില്ലയിലെ ഗ്രാമമാണ് മദാപർ ഗ്രാമം. ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യയിലെ തന്നെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കിയ ഗുജറാത്ത് കച്ച് ജില്ലയിലെ ഗ്രാമമാണ് മദാപർ ഗ്രാമം. മദാപർ ഗ്രാമം. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. രണ്ടാം സ്ഥാനമാണ്. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബ്രിന്യാസ് മെറേറ അന്തരിച്ചു. ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തിയായിരുന്ന മരിയ ബ്രിന്യാസ് മെറേറ അന്തരിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റാണ് 2024 സെപ്റ്റംബർ മാസം പ്രസിദ്ധീകരിച്ച PSC ബുള്ളറ്റിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പഠിച്ച പോയിന്റുകൾ നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, റിവേഴ്സ് ഓർഡറിൽ റിവൈസ് ചെയ്യാമേ. ഏഷ്യയിലെ തന്നെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കിയ ഗുജറാത്ത് കച്ച് ജില്ലയിലെ ഗ്രാമം മദാപർ ഗ്രാമം. നിങ്ങൾ സ്ലൈഡിൽ നോക്കാതെ ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ വ്യക്തി അന്തരിച്ചു. പേര് മരിയ ബ്രിന്യാസ് മെറേറ. ഡയറക്ടർ ഓഫ് ദി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ യോഗേഷ് ഗുപ്ത. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. SBIയുടെ ഇപ്പോഴത്തെ ചെയർമാൻ CS സെട്ടി, ചെല്ല ശ്രീനിവാസലു സെട്ടി. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലതാ മങ്കേഷ്കർ പുരസ്കാരം 2022 നേടിയത് ഉത്തം സിംഗ് ആണ്. 2023 നേടിയത് KS ചിത്രയാണ്. എന്നാൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് നൽകുന്ന ലതാ മങ്കേഷ്കർ അവാർഡ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലഭിച്ചത് 2024 അനുരാധ പൗദ്വാളിനാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ രാഹുൽ നവീൻ. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. തായ്ലാന്റ് പ്രധാനമന്ത്രി ആരെയാണ് ഭരണഘടനാ കോടതി പുറത്താക്കിയത്? ശ്രേത്ത തവിസനെയാണ്. എന്നിട്ട് പുതിയ തായ്ലാന്റ് പ്രധാനമന്ത്രി വന്നു, പെയ്തോങ് താൻ ഷിനാവത്ര. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കുന്നതിന് വേണ്ടി ISRO രൂപകൽപ്പന ചെയ്ത ലോഞ്ചിങ് വെഹിക്കിൾ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോ ക്രാസ്നർ ഫൗണ്ടേഷൻ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് $20,000 നേടിയ മലയാളി ചിത്രകാരനാണ് പ്രദീപ് പുത്തൂർ. NE ബാലകൃഷ്ണൻ മാരാർ സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് MT വാസുദേവൻ നായർ. 2022 കടമനിട്ട സാഹിത്യ പുരസ്കാര ജേതാവ് ഹരിത സാവിത്രി, സിൻ എന്ന നോവൽ. മികച്ച കർഷകന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരമാണെങ്കിൽ CD രവീന്ദ്രൻ നായർ. കേര കേസരി പുരസ്കാരം കേര അപ്പൊ PT സുഷമ. മാധ്യമപ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം മാധ്യമം അപ്പൊ TV രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡക്ക് നിലവിൽ വന്നത് ബാംഗ്ലൂർ ആണ്. 250 മീറ്റർ ഉയരത്തിൽ ബാംഗ്ലൂർ സ്കൈ ഡക്ക്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഏത് കപ്പലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയത്? ഡെയ്ല. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം
ഓഗസ്റ്റ് 19 രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. UAE യിൽ നടന്ന 2024 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികളാണ് സജന സജീവൻ, ആശ ശോഭന. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ജയ്ഷാ. പോൾ വോൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്തത് അർമാൻഡ് ഡുപ്ലാന്റിസ്. പോൾ വോൾട്ട്, അർമാൻഡ് ഡുപ്ലാന്റിസ്. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് ലാൻഡോ നോറിസ്. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത് യാനിക് സിന്നറും വനിതാ വിഭാഗത്തിലാണെങ്കിൽ ആര്യാന സബലേങ്കിയുമാണ്. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് റയൽ മാഡ്രിഡ്. ചെന്നൈ വിജയകരമായി വിക്ഷേപിച്ച പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് മിഷൻ റൂമി 2024. സംസ്ഥാനത്തെ 49ാം ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾറെഡി നിങ്ങൾ ഈ PSC ബുള്ളറ്റിൻ പഠിച്ചതാണെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് റിവൈസ് ചെയ്യുന്ന പോലെ വേഗം കേട്ട് പോവുക. ആദ്യമായിട്ട് പഠിക്കുമ്പോൾ മാത്രം നോർമൽ സ്പീഡിലിട്ട് കേൾക്കുക കേട്ടോ. ബാക്കി റിവൈസ് ചെയ്യുമ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് വേഗം പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ക്ലാസ് കേട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്